ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മനോഹരമാകുന്ന സന്ധ്യാസമയം ഇവിടെയുള്ള വിശുദ്ധന്മാരോട് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ച ഈ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കിയ ഈ സഭയുടെ ചുമതലപ്പെട്ടവരോടുള്ള നന്ദിയും ആദ്യമായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇവിടെയുള്ള പല വ്യക്തികളും ചിലരെയെല്ലാം എനിക്ക് അറിയാം. ഇതിനു മുമ്പ് കർത്താവിൻ്റെ വേലയിൽ ചില സ്ഥലങ്ങളിൽ ഒരുമിച്ചായിരിക്കാനായിട്ടുള്ള ഭാഗ്യം കർത്താവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ദേശത്തും പലപ്പോഴായിട്ട് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ സഭയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കടന്നു വരാനായിട്ട് കർത്താവ് അവസരം നൽകിയത്. ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന മീറ്റിങ്ങുകളിൽ ദൈവം നമ്മുടെ ഓരോരുത്തരോടും സംസാരിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രിയ ഡോക്ടർ റോളൻ സാർ ഓർമ്മിപ്പിച്ചതുപോലെ എൻ്റെ പേര് അഭിലാഷ്, എൻ്റെ വൈഫ് ഷൈനി. ഞങ്ങൾക്ക് 2 മക്കളാണ്, ആൽബിനയും ആൽബർട്ടും. ആൽബിനയ്ക്കും കടന്നു വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ അവളുടെ 10th പ്രീ ബോർഡ് എക്സാം നടക്കുന്നതുകൊണ്ട് ഇന്ന് കടന്നു വരാനായിട്ട് സാധിച്ചില്ല. ഞാനും വൈഫും ആൽബർട്ട് മോനുമാണ് കടന്നു വരാനായിട്ടിടയെ തരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളിലും ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ കുടുംബം എന്ന വിഷയത്തെക്കുറിച്ച് വിവിധങ്ങളാകുന്ന ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിക്കണമേ, കേവലം മാനുഷികമായിട്ടുള്ള വചനങ്ങളല്ല, ദൈവികമായിട്ടുള്ള ശബ്ദം കേൾക്കുന്ന സമയങ്ങളായിട്ട് ഈ സമയം തീർക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. കുടുംബം എന്ന വിഷയം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഒരു കുടുംബത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് വേദപുസ്തകത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അനേക കുടുംബങ്ങളെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിലുണ്ട്. വ്യത്യസ്തങ്ങളാകുന്ന ജീവിതത്തിൻ്റെ തുറകളിലൂടെ കടന്നുപോയ അനേക കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളെ കാണാൻ സാധിക്കും. ദൈവത്തെ അനുസരിച്ച കുടുംബങ്ങളെ കാണാൻ സാധിക്കും. പ്രളയത്തെ അതിജീവിച്ച കുടുംബങ്ങൾ, അനുസരണക്കേടിൻ്റെ വലിയ ഭവിഷ്യത്ത് നേരിടേണ്ടി വന്ന കുടുംബങ്ങൾ, ദൈവത്തോട് ഒരുമിച്ച് ആയിരുന്ന, ദൈവത്തിൻ്റെ വേലയിലായിരുന്ന കുടുംബങ്ങൾ, വലിയ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും കടക്കിണിയിലെല്ലാം അകപ്പെട്ടുപോയ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ മുഖാന്തരം വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയ കുടുംബങ്ങൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ ഉള്ള കുടുംബങ്ങളെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, എന്തുകൊണ്ടാണ് ബൈബിളിന് ഇത്രയധികം പുസ്തകങ്ങൾ തന്നെ ആവശ്യമായി വന്നത്? കാരണം തെറ്റിപ്പോയ ചില കുടുംബങ്ങൾ, അവരുടെ ചരിത്രങ്ങൾ, അവരെങ്ങനെയാണ് തെറ്റിപ്പോയതെന്നും ആ തെറ്റുകൾ തുടർന്നുള്ള മാനവരാശി ആവർത്തിക്കരുത് എന്നുള്ളതുമായ സന്ദേശം മാനവരാശിക്ക് നൽകേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ബൈബിളിൽ ഇത്രയധികം പുസ്തകങ്ങൾ പോലും കൂട്ടിച്ചേർക്കപ്പെടുവാനായിട്ടിടയെ തരുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൽ ആരംഭിക്കുന്ന ബൈബിളിൻ്റെ ആദ്യത്തെ പുസ്തകം ഏറ്റവും അവസാനവും ഒരു കുടുംബത്തിൻ്റെ ചിത്രം വരച്ച് കാണിച്ചുകൊണ്ട് അവസാനിക്കുന്ന, അല്ലെങ്കിൽ അത്രയ്ക്കും മനോഹരമായി കുടുംബത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിട്ട് ബൈബിളിനെ നമുക്ക് കാണാൻ സാധിക്കും. 2 വ്യക്തികൾ ചേർന്ന് ഒരു കുടുംബമാകുകയും, കുടുംബങ്ങൾ ചേർന്ന് സമൂഹമാകുകയും, സമൂഹങ്ങൾ ചേർന്ന് രാജ്യമാകുകയും, രാജ്യങ്ങൾ ചേർന്ന് ലോകമാകുകയും ചെയ്യുന്നു. അപ്പോൾ കുടുംബത്തിൽ സംഭവിക്കുന്ന ചലനങ്ങൾ തീർച്ചയായിട്ടും അത് ലോകത്തിൻ്റെ ചലനങ്ങളായിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അത് ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുമുള്ളതായിട്ട് ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള കുടുംബം എങ്ങനെയായിരിക്കണം, കുടുംബത്തിൽ അനുവർത്തിക്കേണ്ടതാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്,
അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണ്, അതെങ്ങനെയാണ് സന്തോഷകരമായിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഒരു കുടുംബം ഏറ്റവും വിജയകരമായി തീരുന്നത്, അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് തീരുന്നത് എങ്ങനെയാണ്, അതെവിടെ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ ചില തത്വശാസ്ത്രങ്ങൾക്കോ മനഃശാസ്ത്രത്തിനോ തത്വ സംഹിതകൾക്കോ മതപണ്ഡിതന്മാർക്കോ മതഗ്രന്ഥങ്ങൾക്കോ മറ്റു മതഗ്രന്ഥങ്ങൾക്കോ ഒന്നും കുടുംബത്തെക്കുറിച്ചുള്ള യഥാർത്ഥമാകുന്ന ബ്ലൂ പ്രിൻ്റ് തരാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്തായിരിക്കാം അതിൻ്റെ കാരണം? കുടുംബം ദൈവമാണ് സ്ഥാപിച്ചത്. ദൈവമാണ് ഈ കുടുംബത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. വലിയവനാകുന്ന ദൈവം, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയാകുന്ന ദൈവം, അവനാണ് കുടുംബത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുടുംബത്തെ സ്ഥാപിച്ചത്. അങ്ങനെയെങ്കിൽ ആ കുടുംബത്തെക്കുറിച്ചുള്ള യഥാർത്ഥമാകുന്ന ബ്ലൂ പ്രിൻ്റ് തരുവാൻ ലോകത്തിലെ ആർക്കെങ്കിലും ഏതെങ്കിലും ഗ്രന്ഥത്തിന് സാധിക്കുമെങ്കിൽ അത് വിശുദ്ധ വേദപുസ്തകത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ദൈവം കുടുംബം സ്ഥാപിച്ചു. അതുകൊണ്ട് ആ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം, ദൈവത്തിൻ്റെ പദ്ധതി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം, ഈ സകലവും മനസ്സിലാക്കാനായിട്ട് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് മാനുഷികമാകുന്നൊരു കണ്ടുപിടുത്തമായിരുന്നെങ്കിൽ, മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ച ഒരു കാര്യമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് കുടുംബത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചേനെ. എന്നാലിത് മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്, ദൈവത്തിൻ്റെ ആശയമാണ്, ദൈവത്തിൻ്റെ സ്വപ്നമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് കുടുംബം എന്നുള്ളത് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിലോ അതെ, ഈ കുടുംബം എന്തിനായിരിക്കാം ദൈവം സ്ഥാപിച്ചത്? ആ ഒരു ചോദ്യത്തിനും എവിടുന്നാണ് യഥാർത്ഥമായിട്ട് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ്. ഇന്ന് അനേക കുടുംബങ്ങൾ അവർക്കവരുടെ ഫിനിഷിംഗ് പോയിന്റിലെത്താൻ സാധിക്കാതിരിക്കുന്നതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള കാരണമെന്നുള്ളത് കുടുംബ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയുന്നില്ല. അനേകർ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, വിവാഹിതരാകുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് വിവാഹ ബന്ധത്തിൽ തന്നെ തുടരുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു കുടുംബത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവത്തിൻ്റെ രൂപരേഖ എന്താണ്? ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമുക്കറിയാമല്ലോ, ചില വ്യക്തികളോട് നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് കല്യാണം കഴിച്ചത്, വ്യത്യസ്തമാകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസറുകളാണ് പലപ്പോഴും ലഭിക്കാറുള്ളത്. അവർ പറയും കല്യാണം കഴിക്കാനായിട്ടുള്ള പ്രായമായി, അതുകൊണ്ട് കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിർബന്ധം, മാതാപിതാക്കൾ നിർബന്ധിച്ചു, എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ മാതാപിതാക്കൾ നിർബന്ധിച്ചു, അതുകൊണ്ട് വിവാഹം കഴിച്ചു. അല്ലെങ്കിൽ മറ്റു ചിലർ പറയും ഇങ്ങനെ കല്യാണം കഴിക്കാതിരുന്നാൽ കാണുന്നവരെല്ലാം ചോദിക്കും എന്താ കല്യാണമൊന്നും ആയില്ലേ, അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ചോദ്യത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കാനായിട്ട് എതിർന്നത്. ഇനി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സാമ്പത്തികമായിട്ടുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. എന്താണ് ആ സാമ്പത്തികമായിട്ടുള്ള നേട്ടം? അവർക്ക് നല്ലൊരു വിസ വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് കടന്നു പോകണം, UK പോകണം, അയർലൻഡിൽ പോകണം, അല്ലെങ്കിൽ ന്യൂസിലൻഡിൽ പോകണം, USA പോകണം. ഇങ്ങനെ ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ മാത്രം നോക്കിക്കൊണ്ട് വിവാഹത്തിലേക്ക് കടന്നു വരുന്നവരുണ്ട്. ഞാൻ പ്രിമാറ്റൽ കൗൺസിലിങ് ഞങ്ങൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അന്നേരം കുറച്ച് നാളുകൾക്ക് മുമ്പ് പ്രിമാറ്റൽ കൗൺസിലിംഗ് ചെയ്തപ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, അത് ആ പെൺകുട്ടി USA മകൻ ഇവിടെ ഇന്ത്യയിലും. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലിങ്ങിൻ്റെ സെഷനിൽ ഒരു ചോദ്യം അത് പെൺകുട്ടിയോടാണ് ചോദിച്ചത്. കാരണം അവളുടെ പാരൻസ് എല്ലാം ഇന്ത്യയിൽ തന്നെ ഉള്ളവരാണ്, അവളും ഇന്ത്യയിൽ ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ്. അന്നേരം ഒരു ചോദ്യം അവളോട് ചോദിച്ചു, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളിൽ ലൈഫ് ഡിമാൻഡ് ചെയ്യുകയാണ്, നിനക്ക് ഭർത്താവിനോട് ഒരുമിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കടന്നു വന്ന് ഇവിടെ ദൈവത്തെ മാനിച്ചും സ്നേഹിച്ചും സേവിച്ചും ജീവിക്കണം എന്നുള്ളൊരാഗ്രഹം വരുവാണെങ്കിൽ എന്തായിരിക്കും? അത്രയും ഞാൻ ചോദിച്ചുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ വിവാഹം കഴിക്കാനായിട്ട് പോകുന്ന പയ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. എങ്ങനെ പറയത്തില്ല? ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യണം. അത് അവനോടുള്ള ചോദ്യമല്ല, അത് അവളോടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടായിരിക്കാം അവൻ ആ യുവതിയെ
ഇത്ര താല്പര്യത്തോടുകൂടി വിവാഹം കഴിക്കാനായിട്ട് പോകുന്നത്? കാരണം കുറേ നാളുകളായി ചെറുപ്പം മുതലേയുള്ള വലിയൊരു ആഗ്രഹമാണ് അമേരിക്കയിൽ പോയി സെറ്റിലാവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന പല ഉദ്ദേശത്തോടുകൂടെ, ആഗ്രഹത്തോടുകൂടെ, താല്പര്യത്തോടുകൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം എന്താണ് വിവാഹം കൊണ്ട് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം ആദാമിനെയും ഹൗവായെയും കൂട്ടിയോജിപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? അല്ലെങ്കിൽ എന്തിനാണ് വിവാഹം ദൈവം നിശ്ചയിച്ചത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത്? ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം എന്താണ്? വിവാഹത്തിലൂടെ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ബൈബിളിൽ അനേക വാക്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 4 സ്ഥലങ്ങളിൽ ആ വാക്യം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ ഇഷ്ടം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, എന്നിട്ട് 2 shall be one flesh. അവർ രണ്ടുപേരും എന്തായിട്ട് തീരും? ഒന്നായിട്ട് തീരും. അപ്പോൾ ഈ വാക്യം തുടർന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു തന്നെ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലും, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിലും, എഫേസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലും ബൈബിൾ രേഖപ്പെടുത്തിയാണ് വിവാഹം. അപ്പോൾ ദൈവം വിവാഹം സൃഷ്ടിച്ചത് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എങ്ങനെയെങ്കിലും ഭൗതികമായിട്ടുള്ള ചില നേട്ടങ്ങളല്ല, അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും അല്ലെങ്കിൽ എടുത്തു നിന്ന് രക്ഷപ്പെട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്? ഒന്നായിത്തീരുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും ഒന്നായിത്തീരും. 2 shall be one flesh. പ്രിയമുള്ളവരെ, എന്നാൽ യഥാർത്ഥമായിട്ട് ഈ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ടാണോ അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ആണും ഒരു യുവാവും ഒരു യുവതിയും അവർ വിവാഹം കഴിക്കാനായിട്ട് എന്തുകൊണ്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്? കാരണം ദൈവം ആഗ്രഹിക്കുന്നു അവർ രണ്ടുപേരും ഒന്നായിത്തീരണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിലുടനീളം അവരുടെ അൾട്ടിമേറ്റ് എയിം, ഒരു വിവാഹത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്തായിരിക്കണം? എങ്ങനെ ഒന്നായിട്ട് തീരാനായിട്ട് സാധിക്കും, എങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും ഒന്നായിട്ട് ഒരുമിച്ച് അല്ലെങ്കിൽ ഒന്നായിട്ട് തീരാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്നറിയാമല്ലോ, പല വിവാഹ ജീവിതത്തിലേക്കും പ്രവേശിക്കുന്നവർ വിവാഹ ജീവിതത്തിൻ്റെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അവരുടെ ആഗ്രഹം എന്താ? ഇതെങ്ങനെ രണ്ടായിട്ട് ജീവിക്കാൻ സാധിക്കും, എങ്ങനെയെങ്കിലും ഇതിൽ അകപ്പെട്ടു പോയി ഇനി എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് എങ്ങനെ ഊരുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതല്ല. അത് വിവാഹ ജീവിതം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എങ്ങനെ ഒന്നായിട്ട് തീരാൻ സാധിക്കും. ആ മാത്സ് ഓഫ് മാരേജ്, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വിവാഹത്തെക്കുറിച്ചുള്ള കണക്കുകൾ എങ്ങനെയാണ്? 1 + 1 = 2 അല്ല, മറിച്ച് എന്താണ്? 1 ആണ്. നമുക്കറിയാം, ഈ ആദാം + ഹൗവ = 1 അല്ലേ? അതേപോലെ തന്നെ ഹസ്ബൻഡ് + വൈഫ് = 1. ക്രൈസ്റ്റ് + ചർച്ച് = 1. ക്രിസ്തുവും സഭയും ഒന്നായിത്തീരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കട്ടെ, നമ്മൾ ഒന്നായിത്തീരുന്നുകൊണ്ട് ദൈവത്തിന് എന്താ ഗുണമുള്ളത്? എന്താ ദൈവത്തിന് ഗുണം എന്താ ഉള്ളത്? ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചു, എന്നിട്ട് അവരെ ഒന്നാക്കി. ആ ഒന്നായിത്തീരുന്നുകൊണ്ട് ദൈവത്തിന് ലഭിക്കുന്ന ഗുണം എന്താണ്? ദൈവത്തിന് ലഭിക്കുന്ന ഗുണം ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ വണ്ണസിനെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവത്തിൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ ക്ഷമയെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനമായി കുടുംബം തീരണമെന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം. നമുക്കറിയാം, ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ യഹോവയാകുന്ന ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ യഹോവയാകുന്ന ദൈവം ഇങ്ങനെ പറയുന്നു: ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മളുടെ ദൈവമാകുന്നു, യഹോവ
ഏകൻ തന്നെ, യഹോവ ഏകൻ തന്നെ. ഹിയർ ഓ ഇസ്രായേൽ, ദ ലോർഡ് അവർ ഗോഡ് ഈസ് വൺ ലോർഡ്. അപ്പോഴാ നോക്കൂ, അതേ വാക്ക്, അതേ ആ വൺനെസ് ആണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കൂട്ടിയോജിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഞാനും നിങ്ങളും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഗുഡ് ന്യൂസായി, ദൈവത്തിൻ്റെ നല്ല സന്ദേശമായി, ദൈവത്തെ ഈ ലോകത്തിന് റീപ്രസെൻ്റ് ചെയ്യുന്നവരായി, ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നവരായി ഞാനും നിങ്ങളും തീരണമെന്നുള്ളതാണ്. അതുതന്നെയല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം, തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ, പൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് ഇങ്ങനെയുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കുന്നു ഇങ്ങനെയാണ്: പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ഇവർ ഒന്നായിത്തീരണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആഗ്രഹം അതെ, ഈ ലോകത്തിൽ തൻ്റെ ശിഷ്യന്മാർ എങ്ങനെയായിത്തീരണം എന്നുള്ളതാ. രണ്ടായിത്തീരണം എന്നുള്ളതല്ല, രണ്ടായി ജീവിക്കണം എന്നുള്ളതല്ല, മറിച്ച് അവരൊന്നായിത്തീരണം. ഒരു സ്നേഹത്തിൽ, ഒരു കരുണയിൽ, ഒരു ദയയിൽ, ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ സഹിഷ്ണുതയും ദൈവത്തിൻ്റെതാകുന്ന സകലമാന സ്വഭാവവും ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനായിട്ടാണ് പ്രിയമുള്ളവരെ ദൈവം കുടുംബത്തെ സ്ഥാപിക്കുവാനായിട്ടിടയിൽ തരുന്നത്. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും രീതിയിൽ ചിന്തിക്കുന്നെങ്കിൽ, അല്ല, നിങ്ങൾ തെറ്റായുള്ള ഒരു ചിന്തയുടെ വക്താക്കളായിട്ട് ഒരിക്കലും തീരരുത്. ദൈവം കുടുംബത്തെ യോജിപ്പിക്കുന്നത് ചില ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടോ, പ്രായം ചെയ്യുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ചില ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി എങ്ങനെയെങ്കിലും ഈ ലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ വൺനെസ്സിനെ, അതെ, ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്ന പോലെ എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതം ഈ ലോകത്തിന് ഒരു നല്ല സന്ദേശമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ വളരെ സങ്കടമെന്ന് പറയട്ടെ, ഇന്ന് അനേക കുടുംബങ്ങൾ ഈ ലോകത്തിന് ഒരു ദുഃഖ വാർത്തയായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ബാഡ് ന്യൂസായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ റീപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കാതെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ സാധിക്കാതെ, ദൈവത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കാതെ, പിശാചിനെ വെളിപ്പെടുത്തുന്ന, പിശാചിൻ്റെ സ്വഭാവത്തെ കാണിച്ചു കൊടുക്കുന്ന, പൈശാചികമാകുന്ന പ്രവൃത്തികൾ എന്താണെന്ന് മറ്റുള്ളവർക്ക് അത് വിവരിച്ചു കൊടുക്കുന്ന ഒരു ബാഡ് ന്യൂസായിട്ട് അനേക ക്രിസ്തീയ കുടുംബങ്ങൾ ഈ നാളുകളിൽ അധപ്പതിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ, വളരെ പ്രാധാന്യത്തോടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവിക സ്നേഹത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അവൻ്റെ വൺനെസ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന, അവൻ്റെ കരുണയെ, സ്നേഹത്തെ, കരുതലിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കുടുംബമാണോ എൻ്റെയും നിങ്ങളുടെയും കുടുംബം എന്നുള്ളത് ഇന്ന് ഞാനും നിങ്ങളും ഒന്ന് ഹിതപരിശോധന ചെയ്യുവാൻ ദൈവം എന്നെയും നിങ്ങളെയും കൂട്ടിയോജിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഒന്നായിത്തീർന്നുകൊണ്ട് അവൻ്റെ സ്വഭാവം ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ഞാനും നിങ്ങളും നിങ്ങളോട് ചോദിക്കേണ്ടത്, ദൈവമേ, നിൻ്റെ യഥാർത്ഥമാകുന്ന ഉദ്ദേശം, നിൻ്റെ ആ വൺനെസ്, അതെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എത്രത്തോളം കാണിക്കുവാൻ, എത്രത്തോളം അതേ അപ്ലൈ ചെയ്യുവാൻ, എത്രത്തോളം പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് ഹിതപരിശോധന ചെയ്യുവാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരും ഇടയാക്കട്ടെ. അതുമാത്രമല്ല, നമ്മളെ കൂട്ടിയോജിപ്പിച്ചാൻ അത് ആരാണ്? വലിയവനാകുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഈ കുടുംബം സ്ഥാപിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ ആകുന്ന ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, വൺനെസ്സിന് വേണ്ടി, ഈ ലോകത്തിലൊരു നല്ല സന്ദേശമായി തീരുവാൻ, ഒരു ഗുഡ് ന്യൂസായി തീരുവാൻ എൻ്റെയും നിങ്ങളുടെയും ഭവനം, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ദൈവം കൂട്ടിയോജിപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങൾ ആ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഞാൻ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഭവനം ഒരു ദൈവാലയമാണ്. ഹോം എ സാങ്ച്വറി ഓഫ് സാങ്ക്ടിറ്റി. ദൈവത്തിൻ്റെ ഭവനം, അല്ലെങ്കിൽ എല്ലാ ഭവനങ്ങളും ഒരു ദൈവാലയമായിട്ട് തീരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താണത്? നമുക്കറിയാമല്ലോ. ദൈവം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. നോക്കുക, ഇവിടെ ആദ്യം നാം കാണുന്നു ദൈവം സൃഷ്ടിച്ചവനാണ്,
ദൈവം സൃഷ്ടിച്ചവനാണ്. തുടർന്ന് നമ്മളെന്താ കാണുന്നത്? ദൈവം കൂട്ടിച്ചേർത്തവനാണ്. ആദാമിനെയും ഹവ്വായെയും ദൈവം കൂട്ടിച്ചേർത്തവനാണ്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മളിവിടെ വായിക്കുന്നു. ഇവൻ കൂട്ടിച്ചേർത്തവൻ മാത്രമല്ല, ഇവൻ കൂടെ വസിക്കുന്നവൻ കൂടിയാണ്. ഇവൻ ആരാണ്? കൂടെ വസിക്കുന്നവൻ കൂടിയാണ്. അപ്പോൾ നോക്കുക, വലിയവനാകുന്ന ദൈവം അത് കുടുംബത്തെ സൃഷ്ടിച്ചവനാണ്. അവൻ കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്നവനാണ്. അവൻ കുടുംബത്തോടു കൂടെ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവനാണ്. ആദിമ കുടുംബം നമുക്ക് കാണാം. വെയിലാറിയപ്പോൾ യഹോവയാകുന്ന ദൈവത്തിൻ്റെ കാലൊച്ച അവർ കേട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആദിമ നാളുകളിൽ യഹോവയാകുന്ന ദൈവത്തിൻ്റെ കാലൊച്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രഥമ കുടുംബത്തെയാണ്, ആദിമ കുടുംബത്തെയാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അല്ലെങ്കിൽ 2-3 അധ്യായത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഓരോ കുടുംബവും സ്ഥാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ കുടുംബത്തോടുകൂടെ ദൈവത്തിന് വസിക്കണമെന്നുള്ളത്. നമുക്ക് അറിയാമല്ലോ. ദൈവം ആദാമിനെയും ഹവ്വയെയും കൂട്ടിച്ചേർത്തപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്ലോബൽ ഫാമിലി ആയിട്ട് തീരണം. പക്ഷെ ഗ്ലോബൽ ഫാമിലി അൾട്ടിമേറ്റ്ലി എ ഗോഡ്ലി ഫാമിലി ആയിട്ട് മാറണം. നിങ്ങൾ അത് സന്താനപുഷ്ടി ഉള്ളവരായിട്ട് നിറയണം, പെരുകണം. എന്നാൽ അൾട്ടിമേറ്റ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ഒരു ഗോഡ്ലി ഫാമിലി ആയിട്ട് ദൈവത്തെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബം തീരണം. ആദാം അതിൽ വിജയിച്ചോ? ഇല്ല. ആദാം അതിൽ പരാജയപ്പെടുവാനായിട്ടിടെ തീർന്നു. എന്നാൽ ദൈവം തൻ്റെ സ്വപ്നം അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹം തീർക്കുന്നില്ല. വീണ്ടും ദൈവം ഒരു കുടുംബത്തെ, വേറൊരു കുടുംബത്തെ അബ്രഹാമിൽ കണ്ടെത്തുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറയാണ്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും. അപ്പോൾ അവിടെയും ദൈവം ഒരു കുടുംബത്തെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷെ ആ കുടുംബത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ആഗ്രഹം, നീ ഒരു ഗ്ലോബൽ ഫാമിലി ആയിട്ട് തീരണം, ആ ഗ്ലോബൽ ഫാമിലി ഒരു ഗോഡ്ലി ഫാമിലി ആയിട്ട് തീരണം. പക്ഷേ ആ സ്വപ്നവും നമുക്കറിയാം അത് നടക്കുവാനായിട്ടിടെ തീർന്നില്ല, അതും പരാജയപ്പെടുകയാണ്. ഇസ്രായേൽ ദൈവത്തോട് പാപം ചെയ്യുന്നുണ്ട്, അതെ, ദൈവത്തോട് അകൃത്യം ചെയ്യുന്നുണ്ട്, ദൈവ മനസ്സിന് വേദന കൊണ്ടിരുന്നുണ്ട്. അതെ, അവർ ദൈവത്തിനെതിരെ അനവധിയാകുന്ന പാപങ്ങൾ ചെയ്യുന്ന ചരിത്രമാണ് തുറന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, തുറന്നും ദൈവത്തിൻ്റെതാകുന്ന സ്വപ്നം അവസാനിക്കുന്നില്ല. വീണ്ടും ദൈവം ഒരു കുടുംബത്തെ കണ്ടെത്തുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഇരിപ്പുണ്ട്, നീ അവനെ യേശു എന്ന്. ഹല്ലേലൂയ. നോക്കുക, അപ്പോൾ ദൈവത്തിൻ്റെ സ്വപ്നം തീരുന്നില്ല. ഒരു കുടുംബം പാപം ചെയ്യുമ്പോൾ ദൈവം വേറൊരു കുടുംബത്തെ നോക്കിയാണ്, വേറൊരു കുടുംബം പരാജയപ്പെടുമ്പോൾ വേറൊരു കുടുംബത്തെ നോക്കിയാണ്. വീണ്ടും ദൈവം അതേ സകല ജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനിതാ വീണ്ടും ഒരു കുടുംബത്തിലൂടെ ദൈവം പദ്ധതികളെ മെനയുകയാണ്. അതുകൊണ്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കുടുംബം ആരുടെ പ്ലാനും പദ്ധതിയാണ്? സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയാണ്. ഒരിക്കൽ പോലും ജീവിതത്തിൽ ചിന്തിക്കരുത് ഇതൊരു ആക്സിഡൻ്റലാണെന്ന്, ഇതൊരു ആകസ്മികമാണെന്ന്, ഇതെങ്ങനെയെങ്കിലും സംഭവിച്ചു പോയതാണെന്ന്. അല്ല പ്രിയമുള്ളവരെ, ലോകസ്ഥാപനത്തിന് മുമ്പേ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിന് പേർ വരുവാൻ സ്വർഗത്തിലെ ദൈവമാണ് കാരണമായിട്ട് തീർന്നത്. അർത്ഥാൽ സ്വർഗത്തിലെ ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും കുടുംബം ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായിട്ട് ഇഷ്ടമായിട്ട് തീർന്നത്. എന്നാൽ പല കുടുംബങ്ങളും ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബം അവർ തമാശയായിട്ട് ഒരു പക്ഷെ പറഞ്ഞതായിരിക്കാം, എന്നോട് ഇങ്ങനെ പറയാനായിട്ടിടെ തീർന്നു, ബ്രദറെ അറിഞ്ഞില്ലേ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്, ആ ദുരന്തം നടന്നിട്ട് 11 വർഷമായി. എന്തായി? ആ ദുരന്തം നടന്നിട്ട് 11 വർഷമായി. തമാശയ്ക്കായിരിക്കും. എന്നാൽ പ്രിയമുള്ളവർ, അനേകർ അവരുടെ കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തെ ഒരു ദുരന്തമായും കൈപ്പിഴയായും തെറ്റായും ആക്സിഡൻ്റലായും എല്ലാം കാണുമ്പോൾ യഥാർത്ഥമായിട്ട് നമ്മുടെ കുടുംബം, അത് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, പിതാവാകുന്ന അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് കാരണമായത്, സകല കുടുംബത്തിനും കാരണമായത്
സ്വർഗത്തിലെ പിതാവാകുന്ന ദൈവമാണ്. അപ്പോൾ നാം കണ്ടു, ഈ കുടുംബം അവൻ കൂട്ടിയോജിപ്പിച്ചവനാണ്. അതെ, ഓരോ കുടുംബത്തെയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ആ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ചില പ്ലാനുകളുണ്ടായിരുന്നു, ചില പദ്ധതികളുണ്ടായിരുന്നു. പക്ഷേ പാപം അതെല്ലാം തച്ചുടച്ച ചരിത്രമാണ് ബൈബിളിൻ്റെ താളുകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്നും ഓരോ കുടുംബവും ഈ ഭൂമിയിൽ അത് ഉരുവിടുമ്പോൾ അതിലൂടെ മനസ്സിലാക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് കുടുംബത്തെക്കുറിച്ചുള്ള സ്വപ്നം, പദ്ധതി, ആഗ്രഹം അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ സ്വപ്നം ഇന്നും തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ കുടുംബങ്ങളും ഭൂമിയിൽ പിറവിടുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ ഉദ്ദേശത്തെ, എൻ്റെ സ്നേഹത്തെ, എന്നെ ഈ കുടുംബം ലോകത്തിൽ റീപ്രസെൻ്റ് ചെയ്യുവാൻ, കാണിച്ചു കൊടുക്കുവാൻ, എൻ്റെ വണ്ണസിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ ആ കുടുംബം ഇടയായിത്തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ദൈവം കേവലം സൃഷ്ടിച്ചവൻ മാത്രമല്ല, കൂട്ടിച്ചേർത്തവൻ മാത്രമല്ല, അവൻ എന്തും കൂടിയാണ്. അവൻ കൂടെ വസിക്കുവാൻ, കൂടെ പാർക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നവൻ കൂടിയാണ്. എന്നാൽ ഇന്ന് അനേക കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, അനേക വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ആദ്യത്തെ 2 കാര്യം മതി. സൃഷ്ടിയും വേണം, എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം നടക്കണം, എങ്ങനെയെങ്കിലും ഒന്ന് കൂടിച്ചേരണം. പക്ഷേ ദൈവം കൂടെ വസിക്കാൻ, ദൈവം അവരുടെ ജീവിതത്തിൻ്റെ നാഥനായി തീരുവാൻ, അവരുടെ കുടുംബത്തിൻ്റെ നാഥനായി തീരുവാൻ, ആ ദൈവത്തിൻ്റെ ഹിതത്തിന് പരിപൂർണമായിട്ട് അടിയറ വെച്ചുകൊണ്ട് അതേ ദൈവഹിതപ്രകാരമുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ള ദുരന്ത സത്യങ്ങൾ നമുക്ക് ചരിത്രത്തിലൂടെ, അനേക വ്യക്തികളുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവർ, അങ്ങനെയല്ല. അവൻ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ വസിക്കുവാൻ, എന്നോടും നിങ്ങളോടും കൂടെ നടക്കുവാൻ, എന്നോടും നിങ്ങളോടും കൂടെ അതേ അവൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ്, അവൻ്റെ ആ ഫെലോഷിപ്പ് തരുവാൻ അവൻ ആഗ്രഹിക്കുന്നവനാകുന്ന ദൈവമാണ്. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 127:1 നാം എന്താ വായിക്കുന്നത്? 127 സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥ ജാഗരിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? യഹോവ വീട് പണിയാതിരുന്നാൽ. നമുക്കറിയാം, ഇപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ ബിൽഡിംഗ് തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പ് പണിതപ്പോൾ ഇതിനൊരു എഞ്ചിനീയർ ഉണ്ടായിട്ടുണ്ടാകും, ആർക്കിടെക്റ്റ് ഉണ്ടായിട്ടുണ്ടാകും, അതേപോലെ കോൺട്രാക്റ്റ് ഉണ്ടായിട്ടുണ്ടാകും. അനേകർ ഈ ബിൽഡിങ് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അവരാരെയും കാണുന്നില്ല. കാരണം എന്താണ്? ഇത് പണിതുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല, ഇത് പണിത് പൂർത്തിയായ ഒരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ പണി ഒരു നിശ്ചിത കാലഘട്ടത്തേക്ക് നിശ്ചയിച്ചിരുന്നു. ആ നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ അവർ തീർത്തു. ഇനി എപ്പോഴും ഇത് പണിതുകൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കുടുംബം എന്ന വീടിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നോക്കുക, അത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യഹോവ വീട് പണിതു എന്നുള്ളതല്ല, യഹോവ വീട് പണിയാതിരുന്നാൽ, എക്സെപ്റ്റ് ദ ലോർഡ് ബിൽഡ് ദ ഹൗസ്, ദ ലേബർ ഇൻ വെയിൻ ദാറ്റ് ബിൽഡിംഗ്. അപ്പോൾ യഹോവ വീട് പണിയാതിരുന്നാൽ. പ്രിയമുള്ളവരെ, ഇപ്പോൾ ക്രിസ്തീയ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണുന്നു. കേവലം അവിടെ ഒരു എഞ്ചിനീയറായിട്ടോ ആർക്കിടെക്റ്റായിട്ടോ അല്ല ദൈവം വരുന്നത്. ഒരു കുറച്ച് നാളത്തേക്ക് കൂട്ടിയോജിപ്പിച്ചിട്ട് പിന്നെ കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവനല്ല. അവൻ കൂട്ടിയോജിപ്പിച്ച അന്ന് മുതൽ എല്ലാ ദിവസവും ആ കുടുംബത്തോട് കൂടെ വസിച്ചുകൊണ്ട് അതിനെ പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് പണിയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവർ, അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ യഹോവ വസിക്കുന്ന, യഹോവ പണിയുന്ന ഭവനങ്ങളാണോ? യഹോവ നമ്മളോട് കൂടെ വസിക്കുന്നുണ്ടോ? അവൻ്റെ കാലൊച്ചകൾ കേൾക്കുന്നുണ്ടോ? അവൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങളും സമർപ്പിക്കുന്നുണ്ടോ? അവൻ്റെ ഇമ്പമാർന്ന ശബ്ദത്തിന് കേൾക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കാതുകൾ അതേ ഇഷ്ടപ്പെടുന്നുണ്ടോ? നോക്കുക, ഇവൻ കേവലം പണിതവനല്ല, ഇവൻ കേവലം സൃഷ്ടിച്ചിട്ടിട്ട് എങ്ങനെയെങ്കിലും പോയവനല്ല. അവൻ സൃഷ്ടിക്കുന്നവനാണ്, അവൻ വീട് പണിതുകൊണ്ടേയിരിക്കുന്നവനാണ്. എന്നിട്ട് ദൈവത്തിന് വചനം പറയാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ. നമുക്കറിയാലോ, എത്രയോ കുടുംബങ്ങൾ രാപ്പകലില്ലാതെ അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവും പകലും കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിൻ്റെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി, അല്ലെ അവരുടെ കുഞ്ഞുങ്ങളെ ഉന്നത തലങ്ങളിൽ എത്തിക്കേണ്ടതിന് വേണ്ടി, മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിന് വേണ്ടി അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമുക്കറിയാമല്ലോ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം വൃഥാവാണ്. കഴിഞ്ഞ ദിവസം, ഇന്നലെ എൻ്റെ ഭാര്യ അവളുടെ കൂടെ പഠിച്ച
ക്ലാസ്മേറ്റിനെ കാണാനായിട്ട് പോയി. അപ്പോൾ വളരെ ചെറുപ്പമാണ്. അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു പ്രത്യേക രോഗത്തിന് അടിമയായിട്ട് ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ രാവും പകലും എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. ഏകദേശം 3000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന ഒരു വീടിൻ്റെ പ്ലാൻ ഞങ്ങൾ ചെയ്തു. അതിൻ്റെ കാര്യത്തിന് വേണ്ടി ഭാര്യ വിദേശത്ത് വർക്ക് ചെയ്യുന്നു, അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് സന്തോഷകരമായിട്ടുള്ള അന്നൊരു കുടുംബജീവിതമില്ല എന്നുള്ളത്. ആനന്ദകരമായിട്ട് അവരുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെയും നോക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കാതെ സ്ട്രെസ്സിന് അടിമയായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡാകേണ്ടാകുന്ന കാര്യം വന്നു എന്നുള്ളത് പ്രിയപ്പെട്ടവളെ ഓർമ്മിപ്പിക്കാനായിട്ട് തരുന്നു. പ്രിയമുള്ളവരെ, അനേകർ തങ്ങളുടെ കുടുംബം പണിയാനായിട്ട് അവർ അഘോരാത്രം പ്രവർത്തിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതേ, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. ഇന്ന് എത്രയോ കുടുംബങ്ങൾ വൃഥാവായിട്ട് അധ്വാനിക്കുന്നു. അതെ, അവർക്ക് ബാഹ്യമായിട്ട് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്. ബാഹ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. നല്ല സാമ്പത്തികമായിട്ടുള്ള കെട്ടുറപ്പുണ്ട്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം നല്ല നല്ല ഇടങ്ങളിലാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നീറിപ്പോകുകയാണ്. അതെ, അനേക കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ദൈവികമായിട്ടുള്ള സമാധാനം അവർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ദൈവത്തെ പിറകിലെറിഞ്ഞുകൊണ്ട്, അതെ, ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി, ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് വേണ്ടി, ലോകത്തിൽ സ്ഥാനവും മാനവും നേടിയെടുക്കേണ്ടതിന് വേണ്ടി അവർ വൃഥാ അധ്വാനിക്കുന്നു. കർത്താവ് പറഞ്ഞു, അതെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. സീക്ക് ye first the kingdom of God, all these things shall be added unto. അതെ, നീ ഒന്നാം സ്ഥാനം വലിയവനാകുന്ന ദൈവത്തിന് നീ കൊടുക്കുമ്പോൾ, അതെ പ്രിയമുള്ളവരെ, ദൈവം നിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കുവാൻ, ദൈവം നിൻ്റെ കാര്യങ്ങളെ നേരെയാക്കുവാൻ ഇടയായിത്തീരും. ഞാൻ പലരും ഞങ്ങളോട് വന്ന് അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പലപ്പോഴും അതിശയിക്കാറുണ്ട്. ഇന്ന് രാവിലെയോ ആണോ ഇന്നലെയാണോ ഞങ്ങൾ ആ കാര്യം പറയാനായിട്ട് എത്തിയിരുന്നു. ഇത്രയധികം സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ അവർക്കുണ്ടായിട്ടും സാലറി ഉണ്ടായിട്ടും അവർ പറയുകയാണ്, ജീവിതത്തിൻ്റെ രണ്ടറ്റത്തെയും കൂട്ടിമുട്ടിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അസംതൃപ്തമായിട്ടുള്ള ജീവിതം നയിക്കുന്ന എത്രയോ കുടുംബങ്ങളാണ് പ്രിയമുള്ളവരെ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താണ്? കാരണം യഹോവ അവരോടുകൂടെ വസിക്കുന്നില്ല, വലിയവനാകുന്ന ദൈവം അവരോടുകൂടെ ആയിരിക്കുന്നില്ല, യഹോവ അവരുടെ കുടുംബത്തെ പണിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവം അനേക കുടുംബങ്ങളിൽ എന്തുകൊണ്ട് വസിക്കുന്നില്ല? അതിൻ്റെ കാരണം ദൈവത്തിന് വസിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില പാകപ്പെടുത്തലുകൾ, ചില കാര്യങ്ങൾ ആ കുടുംബത്തിലുണ്ട് എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ നമുക്കറിയാം, കുടുംബം ഒരു ദേവാലയമാണെങ്കിൽ ആ ദേവാലയം പരിശുദ്ധിയുടെയും പരിപാവനതയുടെയും വിശുദ്ധിയുടെയും സ്ഥലമായിട്ട് തീരണം. അപ്പോൾ വിശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ ആ ദൈവത്തിന്, വിശുദ്ധിയില്ലാത്ത ഭവനങ്ങളിൽ ആ ദൈവത്തിന് ഒരിക്കലും വസിക്കാനായിട്ട് സാധിക്കില്ല. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് യോഗ്യത? ദൈവാലയത്തിന് വിഗ്രഹത്തോട് എന്ത് യോഗ്യത? അതിൻ്റെ 17-ാമത്തെ വാക്യം, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും എന്ന് സർവശക്തനാകുന്ന ദൈവം അരുളി ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കുക, കുടുംബം ദൈവാലയമാണെങ്കിൽ ആ ദൈവാലയം വിശുദ്ധമായിരിക്കണം. അതിൽ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നും അതിലുണ്ടാകരുത്. അങ്ങനെയുള്ള ഭവനങ്ങളിൽ ദൈവം വസിക്കുന്നില്ല. അതാണ് നമ്മളിവിടെ വായിക്കുന്നു, ദൈവാലയത്തിന് വിഗ്രഹത്തോട് യാതൊരു യോഗ്യതയുമില്ല. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ വിഗ്രഹങ്ങളെ ഒഴിവാക്കുന്ന സ്ഥലങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ തീരണം. നമ്മുടെ കുടുംബങ്ങൾ അതെ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കുന്ന, ദൈവത്തെക്കാൾ മാനിക്കുന്ന, ദൈവത്തെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന എന്തെങ്കിലും നമ്മുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ ആ ഭവനങ്ങളിൽ ദൈവത്തിനൊരിക്കലും വസിക്കുവാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള സത്യമാണ് ദൈവജനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ അതേ യോഹന്നാൻ ഇങ്ങനെ നിർദ്ദേശിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിച്ചു കൊള്ളുക. കീപ് യുവർ സെൽഫ് ഫ്രം ഐഡൽസ് ലിറ്റിൽ ചിൽഡ്രൻ. കാരണം ഈ സർവശക്തനാകുന്ന ദൈവം, ഈ സർവ്വവ്യാപിയാകുന്ന ദൈവം, വിശുദ്ധനാകുന്ന ദൈവം അതെ എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അശുദ്ധമാകുന്ന ചില വിഗ്രഹങ്ങൾ ഭവനത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് അങ്ങോട്ട് കടന്നു വരുവാനായിട്ട് സാധിക്കുകയില്ല. അതെ, നമുക്ക് യാക്കോബിൻ്റെ
പദ്ദൻഅരാമിൽ നിന്ന് അല്ലെങ്കിൽ ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് തിരികെ തൻ്റെ ബഥേലിലേക്ക് കടന്നു വരികയാണ്, കനാൻ ദേശത്തേക്ക് കടന്നു വരികയാണ്. അപ്പോൾ തൻ്റെ കടന്നു വരുമ്പോൾ തൻ്റെ കുടുംബത്തിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബേഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരനായ ഏശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുകയും. നോക്കുക, താൻ ഒരു പുതിയ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. എവിടെയാണ് ആ സ്ഥലം? ബഥേലിലാണ് പോകുന്നത്, അല്ലേ? ബഥേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ ഭവനം. അപ്പോൾ നോക്കുക, ഇത് ബഥേലുമായിട്ടുള്ള ബന്ധം ഇപ്പം സ്ഥാപിച്ചതൊന്നുമല്ല. വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, അതെ, അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് യാക്കോബ് ഓടിപ്പോകുമ്പോൾ ആദ്യമായിട്ട് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് അവിടെ വെച്ച് ചില ഉടമ്പടികളെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് യാക്കോബിൻ്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ ചില നാളുകളിൽ താനത് മറന്നെല്ലാം പോകാനായിട്ട് ഇടയായിത്തീർന്നു, അല്ലേ? നമ്മൾ അങ്ങനെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ കുറച്ച് ഉടമ്പടികളും കുറച്ച് തീരുമാനങ്ങളും അതേപോലെ തന്നെ കുറച്ച് നിയമങ്ങളെല്ലാമായിട്ടാണ് പുതിയ ജീവിതങ്ങളിലേക്കെല്ലാം നമ്മൾ പ്രവേശിക്കാറുള്ളത്. പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ജോലി തിരക്കുകളുടെ മധ്യത്തിൽ, കുടുംബത്തിൻ്റെ മധ്യത്തിൽ, കുഞ്ഞുങ്ങളെ നോക്കേണ്ട മധ്യത്തിൽ, അതേപോലെ തന്നെ മറ്റ് ഭൗതികമായിട്ടുള്ള തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും ആദ്യം ദൈവവുമായിട്ട് ചെയ്ത ചില ഉടമ്പടികൾ എന്തു ചെയ്യും? മറന്നു പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇവിടെ യാക്കോബിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ 20 വർഷക്കാലം അലച്ചിലിൻ്റെ നാളുകളായിരുന്നു. അത് കുടുംബത്തെ പോറ്റുവാനായിട്ടുള്ള നാളുകളായിരുന്നു. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള കുറേ കഷ്ടപ്പാടുകൾ നയിച്ച, അല്ലെങ്കിൽ തൻ്റെ അമ്മായപ്പനെ സേവിച്ച കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും വേർപ്പൊഴുക്കിൻ്റെയും എല്ലാം നാളുകളായിരുന്നു. ആ നാളുകളിൽ താൻ ആദ്യം ദൈവവുമായിട്ട് നടത്തിയ ചില ഉടമ്പടികൾ എന്ത് ചെയ്തു? മറന്നുപോയി. പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിൽ ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അവർ കടന്നു വരുമ്പം എത്ര താല്പര്യത്തോടുകൂടി അവർ കടന്നു വരുന്നതെന്ന് അറിയാമോ? പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ കേട്ട് പുതിയ തീരുമാനങ്ങളെല്ലാം എടുത്ത്, അത് ഞങ്ങളിനി ഇങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു നല്ലതുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് 2-3 വർഷങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊന്ന് വിളിച്ചു നോക്കുമ്പോൾ ആദ്യ നാളുകളിൽ അവരെടുത്ത തീരുമാനമോ എടുത്ത താല്പര്യമോ ഉണ്ടായ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവസഭയോടും ഉണ്ടായ ഉത്സാഹമോ ഒന്നും അത് ഒരിക്കലും കാണാനായിട്ട് സാധിക്കാറില്ല. ചില യുവാക്കന്മാർ, യുവതികളെല്ലാം പറയാറുണ്ട്, ഞങ്ങൾ വർഷത്തിലൊരിക്കൽ ഒരു മിഷൻ ഫീൽഡ് വിസിറ്റ് ചെയ്യും, മിഷണറിമാരെ വിസിറ്റ് ചെയ്യും, മിഷൻ ഫീൽഡിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം ഞങ്ങൾ കണ്ട് അവരോടുകൂടെ ആയിരിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും അങ്ങനെ ആരെങ്കിലും ഒരാൾ ചെയ്തു എന്നുള്ളത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ പോലുമില്ല. പ്രിയമുള്ളവരെ, കാരണം ആദിമ നാളുകളിൽ എടുക്കുന്ന ചില തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ചില പ്രയാസങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ആ തിരക്കുകളുടെ മധ്യത്തിൽ മറന്നുപോവുകയാണ്. ഇവിടെ ഒരുപക്ഷെ താനും അങ്ങനെ മറന്നുപോയേക്കാം. എന്നാൽ ദൈവം അവനെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീ ബഥേലിൽ ചെന്ന് അവിടെ നീ കൂടാരമടിക്കുക, നീ അവിടെ പാർക്കുക. അപ്പോൾ താനൊരു കാര്യം ഓർക്കാനായിട്ടിടത്തുന്നു. അയ്യോ, ദൈവത്തിൻ്റെ ഭവനമാകുന്ന ബഥേലിൽ എൻ്റെ കുടുംബം അതെ ഒരു പുതിയ ജീവിതം ആരംഭിക്കാനായിട്ട് പോകുമ്പോൾ, അപ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും അതെ കൂടെയുള്ള എല്ലാവരോടും ഒരു കാര്യം പറയാണ്, നിങ്ങളുടെ ഇടയിലുള്ള അന്യ ദൈവങ്ങളെ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. 2 പ്രധാനപ്പെട്ട കാര്യമാണ് താൻ പറയുന്നത്. ഒന്ന്, ഇവിടെ താൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതെ യാക്കോബ് മനസ്സിലാക്കി. ഒരു കാര്യം താൻ തിരിച്ചറിഞ്ഞു. ദൈവത്തെക്കാൾ, വലിയവനാകുന്ന ദൈവത്തെക്കാൾ, സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെക്കാൾ, എന്നെ വിളിച്ച് വേർതിരിച്ച് തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആക്കിയ ആ ദൈവത്തെക്കാൾ കൂടുതൽ പ്രധാനം കൊടുക്കുന്ന ചില അന്യ വിഗ്രഹങ്ങൾ ആരുടെ ഭവനത്തിലുണ്ട്? യാക്കോബിൻ്റെ ഭവനത്തിലുണ്ടെന്ന് ആര് തിരിച്ചറിഞ്ഞു? യാക്കോബ് തിരിച്ചറിഞ്ഞു. രണ്ടാമത് യാക്കോബ് പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ നീക്കിക്കളയണം. ഇന്ന് അനേക ഭവനങ്ങളിൽ തിരിച്ചറിവുകളുണ്ട്. ഇത് പോരാ, ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ ആത്മീയമായിട്ട് ജീവിക്കണം, ഇങ്ങനെ ഒരു സ്നേഹബന്ധം പോരാ, ഞങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്ത് സ്നേഹിക്കണം, ഇങ്ങനെ മക്കളോട് സ്നേഹിച്ചാൽ പോരാ, ഇങ്ങനെ ഭർത്താവിനെ സ്നേഹിച്ചാൽ പോരാ, ഇങ്ങനെ ഭാര്യയെ സ്നേഹിച്ചാൽ പോരാ, ഞങ്ങളുടെ ജീവിതം ഈ ലോകത്തിന് ഒരു നല്ല സന്ദേശമായി തീരണം, കർത്താവിനെ മാനിക്കണം, കർത്താവിൻ്റെ വചനം കുറച്ചും കൂടെ പഠിക്കണം,
ദൈവസന്നിധിയിൽ കുറച്ചും കൂടെ ഇരിക്കണം, കർത്താവിന് വേണ്ടി കുറച്ചും കൂടെ താല്പര്യം കൊടുക്കണം, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. പക്ഷേ അത് ഒരു കേവലം ഇൻ്റലക്ച്വൽ ലെവലായിട്ട് മാത്രം അവരുടെ കുടുംബങ്ങളിൽ നിൽക്കുന്നു. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം കേവലം തിരിച്ചറിവ് മാത്രമല്ല, രണ്ടാമത് താൻ പറയുകയാണ്, കുടുംബത്തോട് താൻ പറയുകയാണ്, അന്യ ദൈവങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. പോരാ, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എന്താണ്? നീക്കിക്കളഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. പ്രിയമുള്ളവരെ, താൻ ശുദ്ധീകരിച്ച് വസ്ത്രം മാറണം. നോക്കുക, ദൈവിക ആലോചന പ്രകാരം യാക്കോബ് കുടുംബത്തെ ബഥേലിലേക്ക് പാർക്കുവാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ്, അതേ പ്രിയമുള്ളവരെ, താൻ അന്യദൈവങ്ങളെ മാറ്റിക്കളയുവാൻ, നീക്കിക്കളയുവാൻ അതേ താൻ പോവുകയാണ്. അവിടെ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോവുക. എന്നിട്ട് താൻ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് എടുക്കുകയാണ്, അല്ലേ? താൻ ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? എൻ്റെ കഷ്ടകാലത്ത് എന്ന് വായിച്ചേ, മൂന്നാം വാക്യം. നാം പുറപ്പെട്ടു ബഥേലിലേക്ക് പോകുക. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴി എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും. താൻ പറയാണ്, അയ്യോ, താൻ വളരെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ താൻ ഓർക്കുകയാണ്. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്, ഞാൻ പോയ വഴികളിൽ എന്നോട് കൂടിയിരുന്നൊരു ദൈവമുണ്ട്, ഞാൻ അവന് ബഥേലിൽ ഒരു യാഗപീഠം പണിയും. പക്ഷേ അതിനു മുമ്പ് എൻ്റെ കുടുംബത്തിൽ നിന്ന് നീക്കിക്കളയേണ്ട ചില അന്യ ദൈവങ്ങളുണ്ട്. ഇതെവിടെയാണ്? നമുക്കറിയാലോ, തൻ്റെ ഭാര്യയാകുന്ന റാഹേൽ, ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തൻ്റെ ഭാര്യയാകുന്ന റാഹേൽ അപ്പൻ്റെ ഗ്രഹവിഗ്രഹവുമായിട്ട് കടന്നു വരുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ലാബാൻ തന്നെ തെരഞ്ഞു വരികയും അവിടെ വെച്ച് വളരെ തന്ത്രപരമായിട്ട് ലാബാൻ അത് മനസ്സിലാക്കാത്ത രീതിയിൽ റാഹേൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്ന ഒരു ചിത്രം ഉൽപ്പത്തി പുസ്തകം 31 അധ്യായത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ യാക്കോബ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. അതെ, തൻ്റെ കുടുംബാംഗങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ചില അന്യദൈവങ്ങൾ, അന്യദേവന്മാർ തൻ്റെ കുടുംബത്തിൽ ഉണ്ട് എന്ന് ആര് തിരിച്ചറിഞ്ഞു? താൻ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഈ അന്യദൈവത്തെ മാറ്റിക്കളയാൻ തന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണെന്ന് അറിയാമോ? താൻ ഒരു കാര്യം മനസ്സിലാക്കി. അതെ, ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്, എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നത് എൻ്റെ മിടുക്കല്ല, എൻ്റെ കഴിവല്ല, ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടു. എൻ്റെ കണ്ണുനീരിൻ്റെ നാളുകളിൽ അവൻ എന്നെ കൈവിട്ടില്ല. ഞാൻ പോയ വഴികളിൽ എന്നോടുകൂടെ ഉണ്ടായിരുന്ന എത്രയോ വ്യക്തികൾ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞു പോയപ്പോൾ, ഇന്നും ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ഞാൻ ആയിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്നും ഈ ദേശത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ മിടുക്കല്ല, മറിച്ച് എന്നെ വിളിച്ച് വേർതിരിച്ചവൻ്റെ കരുണയാണെന്ന് ആര് തിരിച്ചറിഞ്ഞു? യാക്കോബ് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവിൽ നിന്നാണ്, അതെ, ഈ ദൈവത്തെക്കാൾ അധികമായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നീക്കിക്കളയണമെന്നുള്ള തീരുമാനം ആരെടുക്കുവാനായിട്ടിടെ തരുന്നത്? യാക്കോബ് എടുക്കുവാനായിട്ടിടെ തരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിമാരെ, ഇന്ന് രാത്രിയിൽ ആരെങ്കിലും നിങ്ങളിന്നായിരിക്കുന്ന ഈ അവസ്ഥ നിങ്ങളുടെ മിടുക്കാണ്, നിങ്ങളുടെ കഴിവാണ്, നിങ്ങളുടെ വിദ്യാഭ്യാസമാണ്, നിങ്ങളുടെ സാഹചര്യമാണ്, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മഹിമയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ തെറ്റിപ്പോയി. ഇന്ന് രാത്രിയിലെ ഈ ദൈവിക സന്ദേശം നിങ്ങൾക്കുള്ളതല്ല. യു ആർ ഇൻ എ റോങ് പ്ലേസ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയാണ്, ദൈവമേ, ഞാൻ നിന്നതല്ല, നീ നിർത്തിയതാണ്, ഞാൻ നേടിയതല്ല, എല്ലാം നിൻ്റെതാണ് കർത്താവേ. ഈ ഉള്ളിലേക്കെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടാൻ സാധിക്കുന്നത് പോലും അങ്ങയുടെ കരുണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ ദൈവത്തെക്കാൾ അധികമായി ഏതെങ്കിലും വ്യക്തികൾ, എന്തെങ്കിലും വസ്തുക്കൾ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് നീക്കപ്പെടുന്ന രാത്രിയായിട്ട് മാറാനായിട്ട് സാധിക്കുമോ? എന്താണ് 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാനായിട്ട് സാധിക്കുന്നത്? അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെയൊക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിൻ്റെ പക്കൽ കൊടുത്തു. എന്നിട്ട് അടുത്ത വാക്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൽ കുഴിച്ചിട്ടു. അതേ പ്രിയമുള്ളവരെ, ദൈവത്തെക്കാൾ അധികമായിട്ട് സ്നേഹിക്കുന്ന, ദൈവത്തെക്കാൾ അധികമായിട്ട് മാനിക്കുന്ന ചില അന്യദേവന്മാർ അതെ തൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് എത്രയോ വാസ്തവമായിരുന്നു, എത്രയോ സത്യസന്ധമായിരുന്നു. താൻ പറഞ്ഞു, അതെ, അതിനെ തിരിച്ചറിഞ്ഞു, അതിനെ നീക്കുവാനായിട്ട് കൽപ്പിച്ചു. അതിനെ നീക്കി അതിനെ കുഴിച്ചിടുവാൻ
ഒരിക്കലും അതിനെ എടുക്കുവാൻ ഇടയാകാത്ത രീതിയിൽ, ഒരിക്കലും അതിലേക്ക് മടങ്ങിപ്പോവാൻ സാധിക്കാത്ത രീതിയിൽ, ഒരിക്കലും അതിനെ ഓർത്ത് പിന്നീട് ഒരിക്കലും ദുഃഖിക്കാൻ കഴിയാത്ത രീതിയിൽ, അതെന്ത് തന്നെയാണെങ്കിലും, എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും, അത് പ്രിയമുള്ളവർ നമുക്കറിയാം, റാഹേൽ കൊണ്ടുവന്നതെല്ലാം അതെ ആ വിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അത് വളരെ വിലപിടിപ്പുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു നാളുകളിൽ തൻ്റെ ഭർത്താവോ തൻ്റെ ഭർത്താവിൻ്റെ അംഗങ്ങളോ റാഹേലിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഗ്രഹബിംബവുമായിട്ട് തൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകും. കാരണം ഇത് ആരുടെ കയ്യിലുണ്ടോ അവർക്ക് അപ്പൻ്റെ അവകാശം വീണ്ടും കൊടുക്കണം, വീണ്ടും നൽകണം. വളരെ തന്ത്രപരമായിട്ടാണ് അവൾ ആ വിഗ്രഹവുമായിട്ട് യാത്ര ചെയ്തത്. അത്രയ്ക്കും വിലപിടിപ്പുള്ളതെന്ന് വിഗ്രഹം പോലും തൻ്റെ ഭവനത്തിലുണ്ടായിരിക്കുമ്പോൾ അതിനെയെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകരുത്, എന്നേക്കുമായിട്ട് അതിനെ കുഴിച്ചു മൂടണമെന്നുള്ള ആഗ്രഹം ആരുടെ ജീവിതത്തിലുണ്ടായി? യാക്കോബിൻ്റെ കുടുംബത്തിലുണ്ടായി. അല്ല, ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ കാലഘട്ടത്തിൽ, പ്രയാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഭാര്യ വീടിനെ ആശ്രയിക്കാം, ഈ സാധനവുമായിട്ട് ലാബാൻ്റെ അടുത്തേക്ക് പോകാം, അങ്ങനെ സ്വത്തെല്ലാം വീണ്ടും സ്വന്തമാക്കാം. ഇല്ല, തൻ്റെ സ്വപ്നങ്ങളെല്ലാം അവസാനിപ്പിക്കുകയാണ്. ദൈവമേ, നീ അല്ലാതെ ഒന്നും, നിന്നെക്കാൾ അധികമായിട്ടൊന്നും എന്നെയും എൻ്റെ കുടുംബത്തിലും വേണ്ട എന്നുള്ള ആ ധീരമായിട്ടുള്ള അന്ന് തീരുമാനമാണ് കരുവേലകത്തിൻ്റെ കീഴിൽ ഗ്രഹബിംബങ്ങളെയും കാതുകളിലെ കുണുക്കുകളെയും കുഴിച്ചിടുവാൻ ആരെ പ്രേരിപ്പിച്ചത്? യാക്കോബിനെ പ്രേരിപ്പിച്ചത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം, ദൈവം എന്നോട് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവത്തെക്കാൾ അതേ വിലമതിക്കുന്ന, ദൈവത്തെക്കാൾ ഇഷ്ടപ്പെടുന്ന, ദൈവത്തെക്കാൾ ആഗ്രഹിക്കുന്ന, ദൈവത്തിനേക്കാൾ അതേ സ്ഥാനം കൊടുക്കുന്ന എന്തെങ്കിലും ഗ്രഹവിഗ്രഹങ്ങൾ ഇന്ന് രാത്രിയിൽ എൻ്റെയും നിങ്ങളുടെയും ഭവനത്തിലുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവപ്രസാദത്തിന് അത് തടസ്സമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അത് കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിടുവാൻ ഏതെല്ലാം കുടുംബങ്ങൾ തീരുമാനിക്കുന്നുവോ അവിടെ ദൈവം ഇറങ്ങി വരുവാൻ, ദൈവം പ്രസാദിക്കുവാൻ ഇന്നുവരെ കണ്ട ഒരു ജീവിതമല്ല, നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത, ഒരിക്കലും മനസ്സിലാക്കാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ ജീവിതം ദൈവം എൻ്റെയും നിങ്ങളുടെ കുടുംബത്തിലേക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ നീക്കേണ്ടതിനെ നീക്കാത്തിടത്തോളം കാലം അത് ദൈവത്തിന് ഇറങ്ങി വരുവാനായിട്ട് സാധിക്കില്ല. തുടർന്നുള്ള യാക്കോബിൻ്റെ ജീവിതം നമ്മളൊന്ന് വായിക്കണം കേട്ടോ. തുടർന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? യാക്കോബിന് ദൈവം ഒരു പുതിയ പേര് കൊടുക്കുകയാണ്. അത് 31-ാം അധ്യായത്തിൽ കിട്ടിയതാണ്, പക്ഷേ അത് പ്രായോഗത്തിലേക്ക് വന്നില്ല. യാക്കോബിനോട് ദൈവം പറയാണ്, നീ ഇനി മുതൽ നീ അറിയപ്പെടേണ്ടത് ചതിയൻ എന്നുള്ള പേരിലല്ല, നീ അറിയപ്പെടേണ്ടത് ഇസ്രായേൽ എന്ന പേരിലാണ്. കാരണം എൻ്റെ സഹവാസം, എൻ്റെ അനുഗ്രഹം നിൻ്റെ കുടുംബത്തോടു കൂടിയിരിക്കും. നീ ലോകത്തിൻ്റെ പ്രഭുവായിട്ട് മാറും, നീ ലോകത്തിനൊരു സന്ദേശമായിട്ട് മാറും, നീ ലോകത്തിനൊരു ഗുഡ് ന്യൂസായിട്ട് മാറും. അതെ, നിൻ്റെ ജീവിതത്തിലൂടെ, നിൻ്റെ കുടുംബത്തിലൂടെ അതെ ലോകത്തെ രക്ഷിക്കുന്ന മശിഹ ജനിക്കാനായിട്ട് പോവുകയാണ്. നോക്കുക പ്രിയമുള്ളവരെ, താൻ ഒരു തീരുമാനമെടുത്തപ്പോൾ നിന്നെക്കാൾ അധികമായിട്ട് എൻ്റെ കുടുംബത്തിൽ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല, ഒന്നിനെയും മാനിക്കുന്നില്ല. അതെത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതിനെന്നേക്കും കുഴിച്ചു മൂടുവാൻ തയ്യാറായ യാക്കോബിനെ ദൈവം അവിടെ വെച്ച് അനുഗ്രഹിച്ചു. അവൻ്റെ പേര് ദൈവം മാറ്റി, അവനെ ദൈവം അനുഗ്രഹകരമാക്കി മാറ്റി. കഴിഞ്ഞ എത്രയോ നാളുകളായി പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും പഴയ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നതെങ്കിൽ കഴിഞ്ഞ എത്രയോ നാളുകളായി ആത്മീക മുരടിപ്പ് കൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ കാണിച്ചു കൊടുക്കാൻ പരാജയപ്പെടുന്ന, ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയെ കാണിച്ചു കൊടുക്കാൻ പരാജയപ്പെടുന്ന, ക്രിസ്തു സഭയെ കാണിച്ചു കൊടുക്കാൻ പരാജയപ്പെടുന്ന ഒരു പരാജയപ്പെട്ട കുടുംബത്തിൻ്റെ വക്താവാണ്, അംഗങ്ങളാണ് നിങ്ങളെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സന്ദേശം നിങ്ങളോട് പറയുകയാണ്. ഒരു കരുവേലകത്തിൻ്റെ കീഴിൽ നിങ്ങൾ ദൈവത്തെക്കാൾ മാനിക്കുന്നതിനെ കുഴിച്ചിടാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അതെ, ഇവിടെ അവൻ തയ്യാറായി. യാക്കോബ് അവയെ ശെഖേമിനരികെയുള്ള കരുവേലകത്തിൻ്റെ കീഴിൽ കുഴിച്ചിട്ടു. ആൻഡ് ജേക്കബ് hid them under the oak which was by Shechem. പ്രിയമുള്ളവരെ, ദൈവം അതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സുപ്രീം ലവ്, അവനേക്കാൾ അധികമായിട്ടൊന്നും കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 99.99% വേണ്ട, അങ്ങനെയുള്ളവനെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പരിപൂർണമായിട്ടും സമർപ്പിക്കപ്പെട്ട വ്യക്തികളെ മാത്രമേ ദൈവം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. 2 വിഗ്രഹങ്ങൾ സൂക്ഷിച്ച വ്യക്തികളെ കൂടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കുകയാണ്. അതൊന്ന് പഴയ നിയമത്തിലെ ഏലിയുടെ കുടുംബമാണ്. നമുക്കൊന്ന് വായിക്കാം. എന്തുകൊണ്ടാണ് ഏലിയുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ പ്രസാദം വരുവാൻ ഇടയാകാതിരുന്നത്? 1 ശമൂവേൽ 2-ാം അധ്യായം അതിൻ്റെ
ആദ്യമായിട്ട് 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. 1 ശമൂവേൽ 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നോക്കണം, വളരെ ശ്രദ്ധിക്കണം. ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഒരു നാളും പരിഹാരം വരികയില്ല എന്ന് ഞാൻ ഏലിയുടെ ഭവനത്തോട് സത്യം ചെയ്തു. നോക്കുക, ഏലിയുടെ ഭവനത്തിൽ നിന്നും ദൈവം പോയി. ഏലിയോട് പറയാണ്, ഇനി പ്രാർത്ഥന കൊണ്ട് ആവശ്യമില്ല. ചില മാതാപിതാക്കൾ കടന്നു വന്നിട്ട് പറയാറുണ്ട്, സഹോദര മകനു വേണ്ടി പ്രാർത്ഥിക്കണം, സഹോദര കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ല, എല്ലാ പ്രാർത്ഥനകളും ദൈവം കേൾക്കത്തില്ല. ദൈവം ചില സമയങ്ങൾ തന്നിട്ടുണ്ട്, ചില കാലങ്ങൾ തന്നിട്ടുണ്ട്, ചില നാളുകൾ തന്നിട്ടുണ്ട്. എ പോയിൻ്റ് ഓഫ് നോ റിട്ടേൺ ഉണ്ട് ചിലവരുടെ ജീവിതത്തിൽ. ചില ബൗണ്ടറികളുണ്ട്. ആ ബൗണ്ടറി വീണ്ടും അതിക്രമിച്ചാൽ യു കനോട്ട് നെവർ കം ബാക്ക്. ഏലിയുടെ കുടുംബത്തിന് ഇനി മടങ്ങി വരാൻ സാധ്യമല്ല. ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഏലിയുടെ ഭവനത്തിൻ്റെ അകൃത്യത്തിന് യാഗത്താലും വഴിപാടിനാലും ഇനി ഒരു നാളും പരിഹാരം വരികയില്ല. ഏലി, നിന്റെ കുടുംബത്തിന് നല്ല നാളുകളുണ്ടായിരുന്നു. നീ ആരാണ്? 40 ദീർഘവർഷക്കാലം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തവനാണ്. ഇസ്രായേലിന് അതേപോലെ തന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തവനാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള അനേക നാളുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. യൗവനത്തിൻ്റെ നാളുകളുണ്ടായിരുന്നു, ക്രമീകരണത്തിൻ്റെ നാളുകളുണ്ടായിരുന്നു, ദൈവത്തെ കാണിച്ചു കൊടുക്കേണ്ട നാളുകളുണ്ടായിരുന്നു, ദൈവത്തെ ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട നാളുകളുണ്ടായിരുന്നു. എന്നാൽ 98 വയസ്സുള്ള ഇനി നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ പ്രാർത്ഥനയിൽ ഇനി ദൈവം പ്രസാദിക്കുകയില്ല. നിനക്ക് ദൈവം തന്ന സമയങ്ങളും നാളുകളും തീർന്നു. കാരണം എന്താണ്? തൻ്റെ കുടുംബത്തിൻ്റെ വിഗ്രഹം എന്തായിരുന്നു? 1 ശമൂവേൽ 2-ാം അധ്യായം 29-ാം വാക്യം വായിച്ചാട്ടെ. കൽപ്പിച്ചിട്ടുള്ള എന്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എന്റെ ജനമായ ഇസ്രായേലിന്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ട് നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിന്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും. നോക്കുക, നീ നിന്റെ പുത്രന്മാരെ, നീ നിന്റെ മക്കളെ എന്നേക്കാൾ മാനിക്കാനായിട്ടിടത്തുന്നു. ഏലിയുടെ കുടുംബത്തെക്കുറിച്ച് പഠിക്കുമ്പം അതിലൊരാൾ മിസ് ചെയ്യുന്നുണ്ട്. ആരാന്നറിയാമോ? ആരാ? ഒരു മദർ, അല്ല ഒരു അമ്മ, ഒരു മിസ്സിങ് മദർ. ഏലിയുടെ കുടുംബത്തെ കാണാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുന്ന, മുഴങ്കാലുകൾ മടക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു മാതാവിൻ്റെ അഭാവം ഏലിയുടെ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമായി തീർന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, ഇവിടെ നോക്കുക, ദൈവത്തെക്കാൾ മാനിക്കുന്ന ദൈവം തന്നെ പറയുകയാണ്, ഹോണർ യുവർ സൺ അബവ് മീ, നീ എന്നെക്കാൾ അധികമായി. പ്രിയമുള്ളവരെ, ആരെ മാനിച്ചു? കുഞ്ഞുങ്ങളെ മാനിച്ചു. ഏലി ഇത് തിരിച്ചറിഞ്ഞവൻ തന്നെയാണ്. തുറന്നുള്ള വാക്യങ്ങൾ അതിൻ്റെ 1 ശമൂവേൽ 3-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും. നോക്കുവേ, തൻ്റെ മക്കൾ ദൈവത്തിന് ഹിതമായിട്ട് ജീവിക്കുന്ന കാര്യങ്ങൾ താൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർക്കായിക കൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷാവിധി. അപ്പോൾ തൻ്റെ ഭവനത്തിലുള്ളാകുന്ന അതേ അന്യദേവനെ, വിഗ്രഹത്തെ ആര് തിരിച്ചറിഞ്ഞു? ഏലി തിരിച്ചറിഞ്ഞു. പക്ഷേ യാക്കോബിനെ പോലെ കരുവേലകത്തിൻ്റെ കീഴിൽ എന്നേക്കുമായിട്ട് കുഴിച്ചിടുവാൻ ആര് തയ്യാറായില്ല? ഏലി തയ്യാറായില്ല. ഇന്ന് അനേക കുടുംബങ്ങൾ, പ്രിയമുള്ളവരെ, അതേ അനേക കുഞ്ഞുങ്ങൾക്ക്, അനേക കുടുംബങ്ങൾക്ക് അവരുടെ മക്കൾ ഒരു മുൾക്കിരീടമായിട്ട് തീരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു കുഞ്ഞ് ജനിക്കാതിരുന്നായിരുന്നെങ്കിൽ. കാരണം എന്താണ്? കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. നിൻ്റെ കരങ്ങളിൽ അവനുണ്ടായിരുന്ന ചില നാളുകളുണ്ടായിരുന്നു. പക്ഷേ അന്ന് സമയമില്ലായിരുന്നു, അല്ലേ? അന്ന് എന്തായിരുന്നു? ജോലി തിരക്കായിരുന്നു, അന്ന് വിദേശത്തായിരുന്നു, അന്ന് കുടുംബത്തെ എങ്ങനെയെങ്കിലും ഒന്ന് കരക്കടുപ്പിക്കാനായിട്ടുള്ള അന്ന് തത്രപ്പാടിലായിരുന്നു. പ്രിയമുള്ളവരെ, കാര്യങ്ങൾ എന്ത് സംഭവിച്ചു? 18, 20, 21, 22 വയസ്സ് കഴിഞ്ഞ് ലോകമോഹങ്ങളിൽ കൂപ്പുകുത്തി ലോകത്തിൻ്റെ വക്താക്കളായി, പിശാചിൻ്റെ പ്രതിനിധികളായി അവൻ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മക്കളെ ഓർത്ത് കരയുന്ന തലമുറകൾ അല്ല. ദൈവം നിന്നെ ഏൽപ്പിച്ച ചില നാളുകളുണ്ടായിരുന്നു. വളരെ സ്മാർട്ടായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം അവനെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു. നല്ല ഒരു ആരംഭം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പക്ഷേ ഏലിക്ക്
ഏലിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കി. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയത്തിൻ്റെ പരിമിതിയിൽ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പുരോഹിതന്മാരെന്നാ. വായിക്കണം, ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ നാളുകൾ വായിക്കുമ്പോൾ ഇവർ രണ്ടുപേരും ആരാ? പുരോഹിതന്മാരാ. പക്ഷേ അവർ ചെയ്ത ഹീനപ്രവൃത്തികൾ, നീചപ്രവൃത്തികൾ ഈ രാത്രിയിൽ ഞാൻ ഇവിടെ പറഞ്ഞാൽ ഈ രാത്രിയുടെ വിശുദ്ധി നഷ്ടപ്പെടും. അത്രയ്ക്കും ഹീനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പുരോഹിതന്മാരായിട്ടുള്ള കുഞ്ഞുങ്ങൾ ചെയ്യാനായിട്ടെടുത്തത്. കാരണം എന്താണ്? അതെ, അവരെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്നുള്ളത് ഒരു 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 റിലീജിയസ് ആയിരുന്നു, റിലീജിയോസിറ്റി, മതാത്മകതയായിരുന്നു. അവർ വിചാരിച്ചു ഇങ്ങനെ അങ്ങ് ചെയ്യും, പാട്ടും കൊട്ടും ആരാധനയും സൺഡേ സ്കൂൾ അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ മീറ്റിങ്ങിന് പോകുന്നതുമാണ് ആത്മീയത. അതവരുടെ ജീവിതത്തിലൂടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് അറിയുമോ? ഈ പെട്ടകം പിടിക്കപ്പെട്ടപ്പോൾ ഓടി ചെല്ലുന്ന ആരാ? ഹൊഫ്നിയും ഫിനഹാസ ഓടി ചെന്ന് പെട്ടകത്തോട്. കാരണം അവർ വിചാരിച്ചത് പെട്ടകം വന്നാൽ ദൈവം പ്രസാദിക്കുന്നത് അല്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ പ്രസാദിക്കുന്ന ദൈവമല്ല ഈ ദൈവം. കാരണം ഏലി തൻ്റെ ഭവനത്തിൽ നിന്ന് അതെ ദൈവത്തെക്കാൾ കൂടുതൽ തൻ്റെ കുഞ്ഞുങ്ങളെ മാനിക്കാനായിട്ടെടുത്തിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നവും അതാണ്. ഇന്ന് 1-2 കുടുംബങ്ങളേ ഉള്ളൂ, 1-2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. ഏലിയുടെ പ്രശ്നവും വന്നു തന്നെയായിരുന്നു. നിങ്ങൾ നോക്കിയേ, ആ കാലഘട്ടങ്ങളിലെല്ലാം ഓരോ കുടുംബത്തിനും 10, 15, 12, 13 കുഞ്ഞുങ്ങളെല്ലാം ഉള്ളൂ. അപ്പോൾ ഏലിക്ക് 2 പൊന്നോമന പുത്രന്മാർ മാത്രമേ ഉള്ളൂ, ഹൊഫ്നിയും ഫിനഹാസും. വേണ്ടതെല്ലാം കൊടുത്തു, ആവുന്നതെല്ലാം കൊടുത്തു. ദൈവം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പ്രശ്നം വന്നപ്പോൾ പെട്ടെന്ന് പെട്ടകത്തെ പോയി പിടിച്ചത്. ഇന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഗതിയെല്ലാം ഇത് തന്നെയാണ്. പലരും അതെ സഭായോഗങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഇതിനെക്കുറിച്ച്, ഈ സത്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇതൊരു റിലീജിയസ് ആണെന്ന, ഇതൊരു മതാത്മകമായിട്ടുള്ള കാര്യമാണ്. അല്ല പ്രിയമുള്ളവരെ, റിലീജിയോസിറ്റി അല്ല, ഇതൊരു സ്പിരിച്വാലിറ്റിയാണ്, ഇതൊരു ആത്മീയതയാണ്. വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി അറിയത്തില്ല. ഇന്ന് പല കുഞ്ഞുങ്ങളോടും വാട്ട് ഈസ് ഗോഡ് ഫോർ യു, ഹൂ ഈസ് ക്രൈസ്റ്റ് ഫോർ യു. അവർ പറയും എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് തരുന്നത്, അല്ലെങ്കിൽ എനിക്ക് വിസ തരുന്നത്, എനിക്ക് നല്ലൊരു വിവാഹം ഉണ്ടാക്കി തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ പപ്പനെയും മമ്മിയെയും കാക്കുന്ന അതാ ദൈവം. നോ, ഹൂ ഈസ് ജീസസ് ക്രൈസ്റ്റ് ഫോർ യു. ഇന്ന് പല കുഞ്ഞുങ്ങൾക്കും തിയോളജിക്കൽ കൺവിക്ഷൻ ഇല്ല, ഡോക്ട്രിനൽ സ്റ്റെബിലിറ്റി ഇല്ല, കർത്താവ് ആരാണെന്ന് അവർക്കറിയത്തില്ല. കേവലം മതാത്മകതയുടെ പിന്നിലാണ് എൻ്റെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമാണ്. പ്രിയമുള്ളവരെ, നോക്കുക എന്ത് സംഭവിച്ചു ഈ കുടുംബത്തിന് സംഭവിച്ച ദാരുണമാകുന്ന അന്ത്യം. അതെ, 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒറ്റ ദിവസം ഒരു കുഞ്ഞിക്കാൽ പിറന്നു. ഒരു കുഞ്ഞിക്കാൽ, ഫിനഹാസിൻ്റെ ഭാര്യ ഒരു കുഞ്ഞിക്കാൽ ആ ഭവനത്തിലുണ്ടാകുവാനായിട്ടിടത്തിരുന്നു. കുടുംബം സന്തോഷിക്കേണ്ടത്, ഒന്നടങ്കം വന്ന് ആനന്ദിക്കേണ്ടത്, സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസം ദുരന്തത്തിൻ്റെ ദിവസമായിട്ട് മാറുകയാണ്. ഒരൊറ്റ ദിവസം എത്ര മരണങ്ങളാണ് സംഭവിക്കുന്നത്? ഏലിയുടെ മരണം സംഭവിക്കുന്നു, ഹൊഫ്നിയും ഫിനഹാസും മരിക്കുന്നു, അതെ ഒരു മകൾ മരിക്കുന്നു, ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി പോകുന്നു. ഇക്കാബോത്ത്, ദ ഗ്ലോറി ഹാസ് ലെഫ്റ്റ്. അതെ, ഇസ്രായേലിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോകുന്നു. അതേപോലെ തന്നെ അനേകർ കൊല്ലപ്പെടുന്നു. നമുക്ക് ശമൂവേലിനോട് ചോദിക്കാം, അതെ നീ എന്തിനാ ഇത്രയും നാളും ജീവിച്ചത്? ഈ ഇസ്രായേൽ മഹത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. നല്ല പുരോഹിതനായിരുന്നു, നല്ല മൂപ്പനായിരുന്നു, നല്ല സുവിശേഷകനായിരുന്നു. പക്ഷേ ഒരു വ്യക്തിയെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആരംഭം കണ്ടിട്ടല്ല, അദ്ദേഹത്തിൻ്റെ അവസാനം കണ്ടിട്ടായിരിക്കണം. ഒരു ഗ്ലോറിയസ് ബിഗിനിങ് ആയിരുന്നു, ബട്ട് എ ട്രാജിക് എൻഡ് ആയിരുന്നു. വൈ? ബിക്കോസ് ഹി ഹാഡ് എ 2 ലൈഫ്, എ ലൈഫ് ഇൻ എ സാങ്ച്വറി ആൻഡ് എ ലൈഫ് ഇൻ എ ഡൊമസ്റ്റിക് പ്ലേസ്. അതെ, തൻ്റെ സഭായോഗത്തിലുണ്ടായിരുന്നത് വേറൊരു ജീവിതമായിരുന്നു, കുടുംബത്തിലുണ്ടായിരുന്നത് വേറൊരു ജീവിതമായിരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന അനേക ജീവിതങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു. എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഒറ്റ മിനിറ്റ് കൊണ്ട് കാണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ ഉപസംഹരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചാൽ മതി. അനന്യാസും സഫീറയും അവരുടെ ജീവിതത്തിൻ്റെ അന്യവിഗ്രഹം എന്തായിരുന്നു? ദ്രവ്യാഗ്രഹമായിരുന്നു. അവിടെ പത്രോസ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയ്ക്കോ ഇത് വിറ്റത്? അവർ പറഞ്ഞു അതെ. ഞാൻ പറയാം, അവർ രണ്ടുപേരും അല്ലേ ആ ഒരു കാലഘട്ടങ്ങളിൽ അവർ വിറ്റത് അന്നേരം തന്നെ എല്ലാവരും ആരുടെ അപ്പോസ്തലന്മാരുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവർ വിറ്റിട്ട് ഈ പൈസയായിട്ട് എവിടെ പോയി? വീട്ടിൽ പോയി. കാരണം എന്തുകൊണ്ടാണ് രണ്ടുപേരും ഒരുമിച്ച് വരാതെ തരുന്നത്? അനന്യാസ് വന്നപ്പോൾ സഫീറ വീട്ടിൽ എന്തെടുക്കുമായിരുന്നു? എത്രയാണെന്നുള്ളത് എണ്ണി നോക്കുമായിരുന്നു അല്ലേ? എണ്ണി നോക്കുമായിരുന്നു. ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കുന്ന മാമോൻ ഇന്ന് അനേക കുടുംബത്തിൻ്റെ അന്യവിഗ്രഹങ്ങളാണ്. പ്രിയമുള്ളവരെ, അനേക കുടുംബങ്ങളിൽ നിന്ന് നാശത്തിലേക്ക് അത് കൂപ്പുകുത്തുന്നത് ദൈവത്തെക്കാൾ പണത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും
മൂലമല്ലോ അത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടില്ലെന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ചോദിക്കാമോ? കർത്താവേ, നിന്നെക്കാൾ സ്നേഹിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഭക്തകവി ഇങ്ങനെ പാടി: നിന്നെക്കാൾ സ്നേഹിപ്പാൻ എന്നയുടെ ആയുസ്സിൽ ഒന്നുമുണ്ടാകല്ലേ കർത്താവേ. വന്ദിപ്പാൻ, വാഴ്ത്തുവാൻ, പാടുവാൻ, ഘോഷിപ്പാൻ എന്നും നീ മതി കർത്താവേ. ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുമോ? അതെ, ആ യാക്കോബിനെ പോലെ പ്രിയമുള്ളവരെ, ദൈവത്തെക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ചില ബന്ധനങ്ങൾ അതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ, അതെ ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ പൗലോസ് അപ്പച്ചൻ ഇങ്ങനെ പാടി: കുടുംബ ബന്ധങ്ങൾ ബന്ധനമായി തീർന്നാൽ നീക്കുക നീ ആയതെല്ലാം. നിന്നെക്കാൾ അധികമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും വേണ്ട കർത്താവേ. എനിക്ക് നിന്നെയാണ് വേണ്ടത്. അത് സ്വർഗത്തിലും ഭൂമിയിലും നിന്നെയല്ലാതെ ഞാൻ വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എൻ്റെ വിഗ്രഹങ്ങളെ കർത്താവേ നീ എന്നെ കാണിക്കണമേ. അവൻ കേവലം കൂട്ടിച്ചേർത്തവൻ മാത്രമല്ല, കേവലം സൃഷ്ടിച്ചവൻ മാത്രമല്ല, അവൻ കൂടെ വസിക്കാൻ കൂടെ ആഗ്രഹിക്കുന്നവനാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവം വസിക്കുവാൻ തടസ്സമായ എന്തെങ്കിലും അന്യവിഗ്രഹങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ നമ്മുടെ കരുവേലകത്തിൻ്റെ കീഴിൽ അതിനെ കുഴിച്ചിട്ടുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിന്, ഒരു പുതിയ തുടക്കത്തിന്, ഒരു പുതിയ ബന്ധത്തിന്, ഒരു പുതിയ ആരംഭത്തിന് നമുക്ക് ആരംഭം കുറിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.